ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ ആദർശ് ഫ്രം മമ്മ സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ? മക്കളെ, നമ്മൾ ഇന്ന് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ദിനാന്തര സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പഠിക്കാൻ പോവാം. അപ്പൊ എക്സാം ഒക്കെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ടെൻഷനും കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ മക്കൾ ഇരിക്കുകയായിരിക്കും. ചാപ്റ്റർ തീർത്തില്ല എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുകയായിരിക്കും. പക്ഷെ അതൊന്നും ഇനി വേണ്ട. കാര്യം എന്താ, നമ്മൾ ഓരോ ചാപ്റ്ററും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കുറഞ്ഞ സമയം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് സമയം ഇരുന്നാൽ മതി. പക്ഷെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തും അല്ലെ. ഓൾറെഡി നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഓരോ ചാപ്റ്ററിന്റെയും. അപ്പൊ ഇതും കൂടി ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും, നല്ലൊരു ധാരണ കിട്ടും ചാപ്റ്ററിനെ കുറിച്ച്. അതാണ് നമുക്ക് വേണ്ടത്. എക്സാമിന് ചാപ്റ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അല്ലെ. നമ്മൾ ആദ്യം ചാപ്റ്റർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അത് നമുക്ക് ഇന്നത്തോടെ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, വീഡിയോ അവസാനം വരെ കാണാം. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുത്ത് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് നേരെ കാര്യത്തിലേക്കാം. വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ് എടുക്കുന്നത്, ദിനാന്തര സ്ഥിതിയും കാലാവസ്ഥയും. ഓക്കെ, അപ്പൊ സെറ്റാണ്. നമ്മൾ എന്തൊക്കെയാണ് അവിടെ പഠിക്കുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിന്റ്സ് എന്താണ്, എക്സാമിന് ഏറ്റവും പ്രാധാന്യമുള്ള മേഖലകൾ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഭാഗം വരുന്ന സമയത്ത് പറയുന്നുണ്ട്. നോക്കിക്കോ, ആദ്യം എന്താണ് വെതർ, എന്താണ് ക്ലൈമറ്റ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. എന്താണ് ദിനാന്തര സ്ഥിതി, എന്താണ് കാലാവസ്ഥ, പഠിച്ചിരിക്കണം. ഓക്കെ, ഡെയിലി കണ്ടീഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്തിനെ കുറിച്ച് പറയാം, നമുക്ക് വെതറിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ദിനാന്തര സ്ഥിതിയെ കുറിച്ച് അറിയാം. അത് ഒരു ദിവസം അല്ലെങ്കിൽ ദിവസേനയുള്ള ഓരോ ദിവസത്തെയുള്ള അന്നത്തെ അന്തരീക്ഷത്തിന്റെ ഒരവസ്ഥ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിനാന്തരീക്ഷ സ്ഥിതി എന്നല്ലെങ്കിൽ വെതർ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇന്ന് നല്ല ചൂടാണ്, ഇന്നലെ തണുപ്പായിരുന്നില്ല, ഇന്ന് നല്ല ചൂടാണ് എന്നൊക്കെ പറയുന്നത് കാര്യം എന്താ, അത് വെതർ ആയതുകൊണ്ടാണ്, ദിനാന്തര സ്ഥിതി ആയതുകൊണ്ടാണ്. ആ സമയത്ത് ക്ലൈമറ്റ് എന്താണ്, ക്ലൈമറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ലോങ് ടേം ആവറേജ് വെതർ കണ്ടീഷൻ ആണ് എന്ത് എന്ന് പറയുന്നത്, ക്ലൈമറ്റ് എന്ന് പറയുന്നത്, കാലാവസ്ഥ എന്ന് പറയുന്നത്. അത് ദീർഘകാലമായിട്ടുള്ള ഒരു ശരാശരി കാലാവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ദിനാന്തര സ്ഥിതിയുടെ അവസ്ഥകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഏകദേശം 30 മുതൽ 45 വർഷത്തോളം എടുക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരേ പാറ്റേണിലുള്ള ഒരു കാലാവസ്ഥ രീതികളാണ് അല്ലെങ്കിൽ ഒരു ദിനാന്തര സ്ഥിതികളാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് കാലാവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇന്ന് ഈ വർഷം മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസം തന്നെയാണ് അല്ലെ. അടുത്ത കൊല്ലവും ജൂൺ ജൂലൈ മാസം തന്നെയായിരിക്കും മഴക്കാലം വരിക. ഇതെല്ലാ കൊല്ലവും നമുക്ക് എങ്ങനെയാണ്, ആ രീതി തന്നെയാണ് നമുക്ക് മഴക്കാലം വരുന്നത്, വേനൽക്കാലം വരുന്നത്, വിന്റർ സീസൺ ഒക്കെ വരുന്നത് അല്ലെ, ശൈത്യകാലമൊക്കെ വരുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്, കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ എലമെന്റ്സ് ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ് അല്ലെ, ദിനാന്തര സ്ഥിതി കാലാവസ്ഥയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ അല്ലെ, താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത, വർഷം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. ദിനാന്തര സ്ഥിതി കാലാവസ്ഥയുടെയും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു 5 പോയിന്റ് ആണ്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മക്കൾ പഠിച്ചിരിക്കണം. പിന്നെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ, അന്തരീക്ഷ താപനില നമുക്ക് ആദ്യം എടുത്ത് പരിശോധിക്കാം. ഓരോന്നും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ഏതാണ്, യെസ്, നമ്മൾ ടെമ്പറേച്ചർ ആണ്, താപനിലയാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ഇവിടുന്ന് എവിടെ നിന്നാണ് ടെമ്പറേച്ചർ വരുന്നത് അല്ലെ, എങ്ങനെയാണ് താപനില ഭൂമിയിലേക്ക് എത്തുന്നത്, സോളാർ ആണ് അല്ലെങ്കിൽ നമ്മുടെ സൂര്യനാണ് അതിന് കാരണം, സണ്ണാണ് അതിന് കാരണം. സോഴ്സ് ഓഫ് എനർജി ആരാണ്, സണ്ണാണ് അല്ലെ. സൂര്യനിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത്, എനർജി കിട്ടുന്നത്. അതിൽ എങ്ങനെ വഴിയാണ് സണ്ണ് അല്ലെങ്കിൽ സൂര്യൻ ഈ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്, ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്, അണുസംയോജനം വഴിയാണ് ഈ സൂര്യൻ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസൊലേഷൻ എന്നൊരു പ്രക്രിയ കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാ ഇൻസൊലേഷൻ എന്ന് പറഞ്ഞാല്, സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന ഈ സൂര്യപ്രകാശം ഉണ്ട് അല്ലെ, ആ ഭൂമിയിലേക്ക് എത്തുന്ന സൂര്യപ്രകാശത്തിനാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ ഇൻസൊലേഷൻ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ, അടുത്ത നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട 4 പോയിന്റ്സ് ആണ്. കണ്ടൻഷൻ, കൺവെൻഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ, താപചാലനം, സംവഹനം, അഭിവാനം, വികരണം എന്ന് പറഞ്ഞ ഭാഗം. ഇതെന്താണെന്ന് വെച്ചാൽ, ആദ്യം ഈ അന്തരീക്ഷം എന്ത് ചെയ്യില്ല, പെട്ടെന്ന് അങ്ങ് ചൂട് പിടിക്കില്ല. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഈ സൂര്യപ്രകാശം അന്തരീക്ഷത്തിൽ കൂടെ അങ്ങനെ വരുന്നൊരു സമയത്ത് ഈ അറ്റ്മോസ്ഫിയർ അങ്ങ് പെട്ടെന്ന് അങ്ങ് ചൂട് പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. കുറെ പ്രോസസ്സിലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അന്തരീക്ഷമൊക്കെ ചൂട് പിടിക്കുന്നത്. അതിലെ ഒന്നാമത്തെ പ്രോസസ് ആണ് താപചാലനം, കണ്ടക്ഷൻ. അതിൽ ആദ്യം എവിടെയാണ് ചൂട് പിടിക്കുന്നത്, നമ്മുടെ ഭൂമിയുടെ ഉപരിതലാണ്, എർത്തിന്റെ സർഫേസ് ആണ് ചൂട് പിടിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു, യെസ്, അതിന്റെ കൂടെ തന്നെ തൊട്ട് മുകളിലുള്ള അന്തരീക്ഷത്തിന്റെ പാളിയും കൂടി എന്ത് ചെയ്യുന്നു, പാളി മീൻസ് അന്തരീക്ഷം, അതായത് ഉപരിതലത്തിന് തൊട്ട് മുകളിലുള്ള ഭാഗം കൂടി എന്ത് ചെയ്യുന്നു, പതിയെ ചൂട് പിടിക്കുന്നു. പിന്നീട് വരുന്നതാണ് കൺവെക്ഷൻ. സംവഹനം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അടിയിലുള്ള വായു ചൂട് പിടിച്ച് കഴിഞ്ഞ സമയത്ത് ചൂട് കൂടിക്കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വായു എന്ത് ചെയ്യും, മുകളിലോട്ട്
സഞ്ചരിക്കും, മുകളിലോട്ട് പോകും. കാരണം അതിന്റെ ഭാരം കുറയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അത് മുകളിലോട്ട് സഞ്ചരിക്കുന്നു. അങ്ങനെ മുകളിലോട്ട് സഞ്ചരിക്കുന്നതാണ് നമ്മൾ എന്ത് പറയാ, കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറയാ. അഡ്വെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റിന്റെ ഒക്കെ സഹായത്തോടു കൂടി, വിൻഡിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാണ്, ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് തിരശ്ചീനമായിട്ട് ഈ വായു സഞ്ചരിച്ചിട്ട് ചൂട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, അഡ്വെക്ഷൻ, അഭിവഹനം എന്ന് നമ്മൾ പറയാം. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന കുറെ സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്, അത് തിരിച്ച് ദീർഘതരംഗ രൂപത്തിൽ ലോങ് വേവ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, റേഡിയേഷൻ എന്ന് നമ്മൾ പറയാം, വികിരണം എന്ന് നമ്മൾ പറയാം. അപ്പൊ ഇത് നാല് എന്ത് ചെയ്യാം മക്കൾ പഠിച്ചു വെക്കുക. ഇനി ഹീറ്റ് ബഡ്ജറ്റ് ആണ് ഓഫ് ദ എർത്ത്, അതായത് ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടെമ്പറേച്ചർ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നുണ്ട് അല്ലെ, അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹീറ്റ് ബഡ്ജറ്റ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കാം. അപ്പൊ നമുക്കറിയാം ഈ ഭൂമി ഇങ്ങനെ ചൂടാന്നൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു ഭൗമവികിരണം, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. ഭൂമി ഭൗമവികിരണം നടത്തുന്നുണ്ട്. അത് എന്തിനാണ് നടത്തുന്നത് ചോദിച്ചാൽ, ഭൂമി എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചൂട് ബാലൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഒരു മിനിമം ഒരു ബാലൻസ് ആക്കിയിട്ട് ഇങ്ങനെ ടെമ്പറേച്ചറിനെ കൊണ്ടുപോകുന്നുണ്ട് അല്ലെ. അതെപ്പോഴും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാം അല്ലെ. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഭൂമിയിലെ ജീവജാലങ്ങളും കാര്യങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത് എന്നുള്ളതാണ്. അതിനാണ് എന്ത് സഹായിക്കുന്നത്, ഹീറ്റ് ബഡ്ജറ്റ് സഹായിക്കുന്നത്. അവിടെ തന്നെ എന്തും പറയുന്നുണ്ട്, ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, പക്ഷെ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ മീഥേൻ പോലുള്ള വാതകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പുറത്തേക്ക് പോകുന്ന അല്ലെ ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ ചെയ്യുന്ന ഭൗമവികിരണം നടത്തുന്ന ലോങ് വേവ് ആയിട്ടുള്ള തരംഗങ്ങളെ പിടിച്ചു വെക്കുന്നുണ്ട്. ആ ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ ഈ ചൂട് കൂടാൻ വേണ്ടി കാരണം ഈ വാതകങ്ങൾക്ക് എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോകേണ്ടിയിരുന്ന അല്ലെങ്കിൽ ചൂടിനെ അല്ലെങ്കിൽ ഈ ഊർജ്ജത്തെ, എനർജി എന്ത് ചെയ്യാണ്, പിടിച്ചു വെക്കാണ്. ശരിക്കും അത് പുറത്തേക്ക് പോകേണ്ടതാണ്, പക്ഷേ ഈ വാതകങ്ങൾ അത് പിടിച്ചു വെക്കുന്നതിന്റെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു, ചൂട് വർദ്ധിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് നമ്മൾ പറയും. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുക, അവിടെ പഠിച്ചു വെക്കണമെന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ടെമ്പറേച്ചറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്. അതിൽ മാക്സിമം മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അതിൽ ഡൈനോർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ദൈനിക താപാന്തരത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്താ ഡൈനോർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ദിവസത്തെ കൂടിയ താപനില കുറഞ്ഞ താപനില നമ്മളെ വ്യത്യാസത്തെയാണ് ഡൈനോർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുക. അതിന്റെ കൂടെ തന്നെ ഡെയിലി മീൻ ടെമ്പറേച്ചർ ഉണ്ട്, ദൈനിക ശരാശരി താപനില ഉണ്ട്. അത് ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ്. കൂടിയതും കുറഞ്ഞതിന് നമ്മൾ എന്ത് ചെയ്യാണ് നോക്കിയിട്ട് ശരാശരി താപനില, ആവറേജ് ടെമ്പറേച്ചർ നമ്മൾ കണക്കാക്കുകയാണ്. അതിനാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയാം. ഇനി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ്, ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. താപവിതരണം സ്വാധീന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കണം. താപവിതരണത്തെ സ്വാധീന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ലാറ്റിറ്റ്യൂഡ് ആൾട്ടിറ്റ്യൂഡ് ആണ് ഒന്നാമത്തെ കാര്യമായിട്ട് വരുന്നത് അല്ലെ. അതായത് അക്ഷാംശം, അതിന്റെ ഉയരമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ കരയും കടലും ചൂടാകുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ലാൻഡ് സീയും ഹീറ്റ് ആവുന്ന എന്താണ്, പല ഡിഫറെന്റ് ആയിട്ടാണ്. ഇപ്പം ലാൻഡ് പെട്ടെന്ന് ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നു. അതേസമയം കടൽ എന്ത് ചെയ്യുന്നു, ഓഷൻ എന്ത് ചെയ്യുന്നു, പതുക്കെ ചൂടാവുകയും അതുപോലെ തന്നെ പതുക്കെ തണുക്കുകയും ചെയ്യുന്നു. വളരെ സ്ലോ ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഫ്രം സീ, കടലിൽ നിന്നുള്ള ദൂരം ഇതിനൊരു പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് ഘടകമാണ്. കടലിൽ നിന്ന് ദൂരം കൂടുന്നതനുസരിച്ച് ഇതിന്റെ ഡിഫറൻസ്, അതായത് ഇപ്പം ഏറ്റവും മിനിമം ടെമ്പറേച്ചറിന്റെയും അതുപോലെ തന്നെ ഏറ്റവും മാക്സിമം ടെമ്പറേച്ചറിന്റെയും ആ ഡിഫറൻസ് എന്ത് ചെയ്യും, കൂടും. ആ വ്യത്യാസം കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഓഷ്യൻ കറന്റ്, സമുദ്ര ജലപ്രവാഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. റിലീഫ്, ഭൂപ്രകൃതി എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണാം, ഐസോതെർമ്സ് ഇമ്പോർട്ടന്റ് ആണ്. സമതാപരേഖകൾ എന്ന് വെച്ചാൽ ഒരേ താപനിലുള്ള പ്രദേശങ്ങളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ്, സാങ്കല്പിക രേഖയാണ് നമ്മൾ എന്ത് പറയാ, ഐസോതെർമ്സ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, സമതാപരേഖകൾ എന്ന് നമ്മൾ പറയാം. ഇനി ടെമ്പറേച്ചർ സോൺസ് ആണ്. താപീയ മേഖലയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചിത്രം ഇവിടെ കാണാൻ പറ്റും. യെസ്, അതാണ് നിങ്ങൾ ഈ കാണുന്നത് ചിത്രമാണ്. ഇത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ടോറിഡ് സോൺ, ഉഷ്ണമേഖലയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. 0 ഡിഗ്രിയും 23½ ഡിഗ്രി വരെ കാണുന്ന ഭാഗങ്ങൾ എന്താണ്, ഒരു ടോറിഡ് സോൺ ആണ്, ഉഷ്ണമേഖലയാണ്. കാരണം സൂര്യപ്രകാശം ലംബമായിട്ട് വെർട്ടിക്കലായിട്ട് പതിയുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ നല്ല ചൂടുള്ള പ്രദേശമായിരിക്കും. അതേസമയത്ത് ടെമ്പറേച്ചർ സോൺ എന്ന് പറഞ്ഞാൽ നോർത്തിലുണ്ട് സൗത്തിലുണ്ട് ടെമ്പറേച്ചർ സോൺ കാണാൻ പറ്റും, മിതോഷ്ണ മേഖല കാണാൻ പറ്റും. അതാണിത് അല്ലെ. പിന്നെ ഫ്രിഡ്ജ് സോൺ എന്ന് പറഞ്ഞാൽ ശൈത്യ മേഖല ഉണ്ട്. ഇവിടെ നല്ല തണുപ്പായിരിക്കും. കാരണം ഇവിടെ എന്താണ്, അങ്ങോട്ടേക്ക് പോകുന്നതനുസരിച്ച്, ഈ ഭാഗത്തേക്ക് പോകുന്നതനുസരിച്ച് സൂര്യപ്രകാശത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണ് അല്ലെ. അവിടെ ലഭിക്കുന്നതിന്റെ അളവ് കുറഞ്ഞു വരികയാണ്. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്, നമ്മുടെ താപീയ മേഖലകൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ സോൺസ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്, അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ ഭാഗത്തേക്ക് പോവാണ്, അന്തരീക്ഷ മർദ്ദത്തിലേക്ക് പോവാണ്. അവിടെ എന്താണ് അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ എന്താണ് മർദ്ദം എന്ന് ചോദിച്ചാൽ, ദ വെയിറ്റ് ഓഫ് എയർ ഓൺ ദ എർത്ത് സർഫേസ്, വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ആ ഒരു ഭാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്, അറ്റ്മോസ്ഫിയർ പ്രഷർ, അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ഇത് അളക്കുന്ന ബാരോമീറ്ററിലൊക്കെ അളക്കുന്നതായിട്ട് നമുക്ക് അവിടെ ഒന്ന് ആലോചിച്ച് വെക്കാൻ പറ്റും. അത് നിങ്ങൾ
മെൻഷൻ ചെയ്താണ്, കാരണം 1 വേർഡൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ടെമ്പറേച്ചർ ആണ്, ഒന്ന് ആൾട്ടിറ്റ്യൂഡ് ആണ്, ഒന്ന് ഹ്യൂമിഡിറ്റി ആണ്. അതായത് ഒന്ന് താപനില, ഉയരം, ആർദ്രത. ഇതാണ് 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പൊ ഇത് 3ഉം എന്താണെന്ന് വെച്ചാൽ പ്രഷറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ താപനില കൂടിക്കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യും? കുറയും. ഉയരം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രഷർ കുറയും. ഈർപ്പം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. ഇതാണ് സംഭവം. ഇതെല്ലാത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം വർക്ക് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഐസോബാർസ് ഉണ്ട്, സമമർദ്ദ രേഖകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺഫ്യൂഷൻ ആയിട്ട് മാറിപ്പോരുത്. ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ്, ഇമാജിനറി ലൈനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോബാർസ് അല്ലെങ്കിൽ സമമർദ്ദ രേഖകൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആണ്, ആഗോള മർദ്ദ മേഖലകൾ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ ചിത്രം അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അറിയാലോ ഇത് കൃത്യമായിട്ട് എന്താണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് വരുന്നുണ്ട്, അതായത് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല വരുന്നുണ്ട്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് വരുന്നുണ്ട്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. പിന്നെ എന്താ? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്ന സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് വരുന്നുണ്ട്. ധ്രുവീയ മേഖല എന്ന് പറയുന്ന പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ എന്താണ്? ഇവിടെയൊക്കെ പ്രഷറിനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ ലോ പ്രഷർ ആണ്, ന്യൂനമർദ്ദമാണ്. ഇവിടെ ഹൈ പ്രഷർ ആണ്, ഉച്ചമർദ്ദമാണ്. ഇവിടെ ലോ പ്രഷർ ആണ്, ന്യൂനമർദ്ദമാണ്. ഇവിടെ എന്താണ്? ഉച്ചമർദ്ദമാണ്. ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? ഈ ചിത്രം കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ കാരണങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വിൻഡിന്റെ ഭാഗത്തേക്ക് പോവാണ്. വിൻഡ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന് എയർ കറന്റ് ഉണ്ട്, വിൻഡും ഉണ്ട്. അപ്പോൾ എയർ കറന്റ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട്, കൺവെൻഷനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സംവഹനം പറഞ്ഞില്ലേ, മുകളിലോട്ട് ചൂടായി പോകുന്ന വായു മുകളിലോട്ട് വരുന്നതിന്റെ, അതായത് എന്താ പറയുക, വെർട്ടിക്കലായിട്ട് പോകുന്നതിനാണ് നമ്മൾ എയർ കറന്റ് എന്ന് പറയുക. രണ്ടാമത് എന്താണ്? വിൻഡാണ്. അപ്പോൾ വിൻഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വിൻഡ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ പഠിക്കേണ്ട പ്രഷർ ഗ്രേഡിയന്റിനെ കുറിച്ച് പഠിക്കണം. പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ ഈ മർദ്ദ മേഖലകളുടെ ഈ വ്യത്യാസം, ദൂരവ്യത്യാസം, മർദ്ദ മേഖലകൾ തമ്മിലുള്ള ദൂരവ്യത്യാസം എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? അതിന്റെ വേഗതയെ സ്വാധീനിക്കുന്നുണ്ട്. കോറിയോലിസ് ബലം അതിന്റെ വേഗതയെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രിക്ഷൻ അതിന്റെ സ്പീഡിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് അളക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റും പറഞ്ഞിട്ടുണ്ട്, അനിമോമീറ്റർ, വിൻഡ് വെയിൻ ഒക്കെ അത് അളക്കുന്ന ഉപകരണങ്ങളാണ്. ഇനി ടൈപ്സ്, നമുക്ക് ഓരോ ടൈപ്സ് പഠിക്കാനുണ്ട് വിൻഡിന്റെ. അതിൽ ഒന്നാമത്തെ പറഞ്ഞാൽ പെർമനന്റ് വിൻസ്, സ്ഥിരവാദങ്ങളുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് വിൻസ്, വെസ്റ്റേൺ ലൈൻസ്, പോളാർ വിൻസ് ഒക്കെയാണ് പെർമനന്റ് വിൻസിൽ സ്ഥിരവാദങ്ങൾ വരുന്ന പ്രധാനപ്പെട്ട കാറ്റുകൾ എന്ന് പറയുന്നത്. ഇനി പീരിയോഡിക് വിൻസ് ആണ്, കാലികവാദങ്ങളാണ്. കാലികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ലാൻഡ് ആൻഡ് സീ ബ്രീസ് വരുന്നുണ്ട്, അതായത് കരക്കാറ്റും കടക്കാറ്റും, മൗണ്ടൈൻ ബ്രീസും വാലി ബ്രീസും വരുന്നുണ്ട്, പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. പിന്നെ വരുന്നതാണ് മൺസൂൺ കാറ്റ്. മൺസൂൺ കാറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നതാണ് ലോക്കൽ വിൻസ്, പ്രാദേശികവാദം. അതിൽ ലൂ, ചിനുക്ക്, ഫോൻ, ഹർമറ്റൻ, ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. പിന്നെ വരുന്നതാണ് വാരിയബിൾ വിൻസ്. വാരിയബിൾ വിൻസിൽ സൈക്ലോണും വരുന്നുണ്ട്, ആന്റി സൈക്ലോണും വരുന്നുണ്ട്. സൈക്ലോൺ എന്ന് പറയുമ്പോൾ അറിയാലോ, നടുവിൽ ലോ പ്രഷർ ആയിരിക്കും, ന്യൂനമർദ്ദമായിരിക്കും, ചുറ്റും എന്താണ്? ഹൈ പ്രഷർ ആയിരിക്കും. ആന്റി സൈക്ലോൺ എന്ന് പറയുമ്പോൾ തിരിച്ചാണ്, നടുവിൽ ഹൈ പ്രഷർ ആയിരിക്കും, ചുറ്റും എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും, ന്യൂനമർദ്ദമായിരിക്കും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നേരെ ഹ്യൂമിഡിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ, ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ അദൃശ്യമായിട്ട് നിലകൊള്ളുന്ന ജലാംശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമിഡിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇൻവിസിബിൾ മോയ്സ്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെപ്പറ്റി ഒരു ഡെഫിനിഷനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഉണ്ട്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം എത്രയാണ് അല്ലേ, നിലവിൽ എത്രത്തോളം അതിൽ എത്ര ജലാംശം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു അളവിനാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുക. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ശരാശരിയാണ് അല്ലെ, അതിൽ എത്രത്തോളം അടങ്ങാം, എത്രത്തോളം അതിൽ ഉൾക്കൊള്ളും, ഇപ്പൊ നിലവിൽ എത്രയുണ്ട്, അത് തമ്മിലുള്ള ഈ ഒരു ശരാശരിയാണ്, ആവറേജിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന്, ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. ഇനി സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു അന്തരീക്ഷത്തിൽ മുഴുവനായിട്ട് അല്ലെ, മുഴുവനായിട്ട് അതിന് എത്രത്തോളം മാക്സിമം എത്രത്തോളം അതിന് ജലാംശം ഉൾക്കൊള്ളാൻ കഴിയുമോ അത്രത്തോളം ഉൾക്കൊണ്ട് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണ് പൂരിതാവസ്ഥ, സാച്ചുറേഷൻ എന്ന് പറയുന്നത്. പൂരിതാങ്കമുണ്ട്, സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. ആ ഒരു ടെമ്പറേച്ചറിനാണ് അങ്ങനെ മുഴുവനായിട്ട് മാക്സിമം ആയിട്ട് ജലാംശമായിട്ടുള്ള ഈ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ടെമ്പറേച്ചർ ലെവലിലാണ് പൂരിതാങ്കം എന്ന് പറയുന്നത്. കണ്ടൻസേഷൻ എന്ന് പറയുന്നത് അറിയാലോ, ഘനീകരണമാണ് അല്ലെ. അതും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഫോംസ് ഓഫ് കണ്ടൻസേഷൻ പഠിക്കുക. അതിൽ ഒന്നാമത് ഡ്യൂ, ഫ്രോസ്റ്റ്, മിസ്റ്റ്, ക്ലൗഡ്സ്, ഇത്രയാണ് വരുന്നത്. തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ. മേഘങ്ങൾ തന്നെ നമ്മൾ പഠിക്കുന്ന എന്തൊക്കെയാണ്? സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. അതും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക. പിന്നെ പ്രിസിപ്പിറ്റേഷൻ ആണ്, വർഷണം. അതിൽ റെയിൻഫാള്, സ്നോഫാള്, ഹെയ്ഡ് സ്റ്റോൺ ഒക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ റെയിൻഫാളിന്റെ ടൈപ്പും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓറോഗ്രാഫിക്, പർവ്വതമഴ എന്ന് നമ്മൾ പറയും അല്ലെ, പർവ്വതമഴ. കൺവെൻഷണൽ റെയിൻഫാള്, സൈക്ലോണിക് റെയിൻഫാള്. പർവ്വതമഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ മൺസൂൺ മഴയൊക്കെ പെയ്യുന്ന അതിന്റെ ഭാഗമായിട്ടാണ്. ഒരു മല ഉണ്ടാവും,
അതിൻ്റെ ഒരു സൈഡ് എന്ത് ചെയ്യും, മല തടഞ്ഞു നിർത്തിയിട്ട് അല്ലെങ്കിൽ മലൻ്റെ തടസ്സം കൊണ്ട് ഈ ഭാഗത്ത് തന്നെ മഴയായിട്ട് ലഭിക്കും. വിൻഡ് ഇവിടെ തന്നെ മഴയായി ലഭിക്കും. ഈ പ്രദേശം എന്തായിരിക്കും, റെയിൻ ഷാഡോ റീജിയൻ ആയിരിക്കും. ഇതാണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറയുന്നത്. കൺവെൻഷണൽ റെയിൻഫാൾ എന്ന് പറയുന്നത് വായു ചൂടായി കഴിഞ്ഞ് മുകളിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് എന്ത് ചെയ്യും, ഘനീകരണം സംഭവിക്കും, കണ്ടൻസേഷൻ സംഭവിച്ചിട്ട് അവിടെ തന്നെ എന്ത് ചെയ്യും, മഴയായിട്ട് ലഭിക്കും. നമുക്ക് ഇടയ്ക്ക് ഉച്ചക്കൊക്കെ കിട്ടുന്ന ഒരു മഴ, 4 മണി മഴ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഈ മഴയാണ്. പിന്നെ സൈക്ലോണിക് ആണ്. സൈക്ലോണിക് എന്ന് പറഞ്ഞാൽ ചക്രവാത മഴയാണ്. ചൂടുള്ള വായുവും അതുപോലെ തന്നെ ശീതവായുവും തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുന്ന സമയത്ത് ചൂടുവായു മുകളിലോട്ട് വരുന്നു, ശീതവായു താഴത്തേക്ക് തന്നെ പോകുന്നു. ചൂടുവായു എന്ത് ചെയ്യുന്നു, അവിടുന്ന് കണ്ടൻസേഷൻ സംഭവിച്ചിട്ട് മഴയായിട്ട് പെയ്യും. ഇതാണ് സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറയുന്നത്. ഇതും കൂടെ എന്ത് ചെയ്യാം, മക്കൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ബാച്ചിൻ്റെ കാര്യമാണ് ഞാൻ പറയുകയാണ്. RMS ബാച്ചാണ്, 500 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ, അതിൻ്റെ വൺ ഷോട്ടുകൾ, അതിൻ്റെ ചോദ്യങ്ങൾ, പ്രാക്ടീസ് ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക. സമയം വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കുറേയധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. MCQ, അതുപോലെ തന്നെ MRQ, MEQ പോലുള്ള ക്വസ്റ്റ്യൻസ് പാറ്റേണുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ L1, L2, L3 ഈസി, മീഡിയം, ഹാർഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ വരുന്നുണ്ട്. വൺ ഷോട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. അപ്പം വേഗം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണും വരയ്ക്കും. ബൈ.